മൈ ചാനൽ. ഇന്ന് നമ്മൾ ക്ലാസ് 10ന്റെ സർക്കിൾ എന്ന ചാപ്റ്ററിന്റെ 10th ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. Prove that the angle between two tangents drawn from an external point to a circle is supplementary to the angle subtended by the line segment joining the point of contact at the center. അതായത് സർക്കിളിന്റെ ഒരു എക്സ്റ്റേണൽ പോയിന്റിലേക്ക് വരയ്ക്കുന്ന രണ്ട് ടാൻജന്റ് ആണ് നമ്മൾ ഇവിടെ വരച്ചിരിക്കുന്നത്. അതിന് നമുക്ക് പേര് കൊടുക്കാം എ എന്നും ബി എന്നും. അപ്പൊ സർക്കിളിന്റെ എക്സ്റ്റേണൽ പോയിന്റ് ആണ് പി. ആ എക്സ്റ്റേണൽ പോയിന്റിൽ നിന്നും സർക്കിളിലേക്ക് വരയ്ക്കുന്നു. ആ ടാൻജന്റ് ആണ് എ പിയും പി ബിയും. അങ്ങനെയാണെങ്കിൽ സർക്കിളിന്റെ സെന്ററിൽ ഫോം ചെയ്യുന്ന ആംഗിളും സബ്ടെൻഡ് ആംഗിളും എക്സ്റ്റേണൽ പോയിന്റിൽ ഫോം ചെയ്യുന്ന ആംഗിളും സപ്ലിമെന്ററി ആയിരിക്കുമെന്നാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. അതായത് സർക്കിളിന്റെ സെന്ററിൽ ഫോം ചെയ്യുന്ന സബ്ടെൻഡ് ആംഗിളും എക്സ്റ്റേണൽ പോയിന്റിൽ ഫോം ചെയ്യുന്ന ആംഗിളും തമ്മിൽ സം ചെയ്താൽ 180 ഡിഗ്രി കിട്ടണം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പറയുന്നത്. Prove that the angle between two tangent, രണ്ട് ടാൻജന്റിന് ഇടയ്ക്ക് ഫോം ചെയ്യുന്ന ആംഗിൾ ആണ് ഈ ആംഗിൾ എ പി ബി. ഈ ആംഗിളും to the angle subtended by the line segment joining the point of contact at the center. സർക്കിളിന്റെ സെന്ററിൽ നിന്നും പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിലേക്ക് ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റും തമ്മിൽ ചേരുന്ന ആംഗിളും ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടണം എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം ഇവിടെ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്. നമുക്കറിയാം O is the center of the circle, P is the external point of a circle. സർക്കിളിന്റെ എക്സ്റ്റേണൽ പോയിന്റ് ആണ് P. O എന്ന് പറയുന്നത് സർക്കിളിന്റെ സെന്ററുമാണ്. അങ്ങനെയാണെങ്കിൽ സെന്ററിൽ നിന്നും പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിലേക്ക് വരയ്ക്കുന്ന ലൈൻ സെഗ്മെന്റ് എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ടു ടാൻജന്റ് ആയിരിക്കും. OA എന്ന് പറയുന്നത് നമുക്കറിയാം റേഡിയസ് ആണ്. OA എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റ് പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിലേക്കാണ് മീറ്റ് ചെയ്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം OA is perpendicular to EP. OA is perpendicular to EP. And അതേപോലെ തന്നെ OB എന്ന് പറയുന്നതും എന്താണ്? റേഡിയസ് ആണ്. അതും ടാൻജന്റിലേക്കാണ് വരച്ചേക്കുന്നത്, പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിലേക്കാണ് വരച്ചേക്കുന്നത്. സോ AB is perpendicular to PB. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം റേഡിയസ് is perpendicular to tangent. എന്താണ് റീസൺ? റേഡിയസ് പെർപെൻഡിക്കുലർ ടു ടാൻജന്റ് ആണ്. അതായത് ടാൻജന്റിലേക്ക് വരയ്ക്കുന്ന റേഡിയസ് പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ ആംഗിൾ OBP is equal to ആംഗിൾ OAP is equal to 90 ഡിഗ്രി. ആംഗിൾ OAP is equal to ആംഗിൾ OBP is equal to 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. നമുക്കിവിടെ കിട്ടിയേക്കുന്നത് ഒരു ക്വാഡ്രിലാറ്ററൽ ആണ് അല്ലേ? OAPB എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ ആണ് ഇവിടെ ഫോം ചെയ്തേക്കുന്നത്. അതായത് 4 സൈഡഡ് ഫിഗർ ആണ് നമ്മൾ ഇവിടെ വരച്ചേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഈ ക്വാഡ്രിലാറ്ററലിന്റെ ഇന്റീരിയർ ആംഗിളിന്റെ സം എന്ന് പറയുന്നത് എന്തായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. ഇൻ ക്വാഡ്രിലാറ്ററൽ OAPB എന്ന് പറയാം ആംഗിൾ OAP പ്ലസ് ആംഗിൾ APB പ്ലസ് ആംഗിൾ PBO പ്ലസ് ആംഗിൾ BOA is equal to 360 ഡിഗ്രി. നമുക്കറിയാം സം ഓഫ് ദി ഇന്റീരിയർ ആംഗിൾ ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ഈസ് 360 ഡിഗ്രി അല്ലേ? നമുക്കത് വേണമെങ്കിൽ റീസൺ ആയിട്ട് എഴുതാം. ഇന്റീരിയർ angles of a quadrilateral is 360 degree. അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്യാം. ആംഗിൾ OAP എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. ആംഗിൾ APB നമുക്കറിയില്ല. പ്ലസ് ആംഗിൾ PBO എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. പ്ലസ് ആംഗിൾ BOA is equal to 360 ഡിഗ്രി. 90 പ്ലസ് 90 is equal to 180 ആണ്. പ്ലസ് ആംഗിൾ APB പ്ലസ് ആംഗിൾ BOA is equal to 360 ഡിഗ്രി എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ആംഗിൾ APB പ്ലസ്
ആംഗിൾ BOA is equal to 360 minus 180, that is equal to 180 degree. അപ്പൊ നമുക്ക് കിട്ടിയ ആംഗിൾസ് ഏതൊക്കെയാണ്? ആംഗിൾ APB, ഈ ആംഗിൾ പ്ലസ് ആംഗിൾ BOA, സെന്ററിൽ ഫോം ചെയ്ത ആംഗിൾ. ഈ രണ്ട് ആംഗിളിന്റെ സം നമുക്ക് എന്ത് കിട്ടി? 180 ഡിഗ്രി എന്ന് കിട്ടി. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്ത് തന്നെയായിരുന്നു? സെൻട്രൽ ഫോം ചെയ്യുന്ന ആംഗിളും ടാൻജന്റുകൾ തമ്മിൽ ഫോം ചെയ്യുമ്പോൾ അതിന്റെ ഇടയ്ക്കുണ്ടാകുന്ന ആംഗിളിന്റെയും സം എന്താണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്? 180 ഡിഗ്രി അല്ലെങ്കിൽ സപ്ലിമെന്ററി എന്നായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അത് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് 11th ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്: പ്രൂവ് ദാറ്റ് എ പാരലോഗ്രാം സർക്കംസ്ക്രൈബിംഗ് എ സർക്കിൾ ഈസ് എ റോംബസ്. അതായത് ഒരു പാരലോഗ്രാമിനകത്ത് നമ്മളൊരു സർക്കിൾ വരച്ചിരിക്കുന്നു. ആ പാരലോഗ്രാമിന്റെ 4 സൈഡിലും ഈ സർക്കിൾ ടച്ച് ചെയ്യുകയാണെങ്കിൽ ഈ പാരലോഗ്രാം ഒരു റോംബസ് ആയിരിക്കുമെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? ഒരു സർക്കിള് പാരലോഗ്രാമിന്റെ 4 സൈഡിലും ടച്ച് ചെയ്യുകയാണെങ്കിൽ ആ പാരലോഗ്രാം എന്താണ്? റോംബസ് ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. റോംബസ് ആകണമെങ്കിൽ അതിന്റെ കണ്ടീഷൻ എന്താണ്? ഓൾ സൈഡ്സ് ആർ ഈക്വൽ എന്ന് കൊണ്ടുവരണം. 4 സൈഡ്സും ഈക്വൽ ആണെന്നാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത്. നമുക്കറിയാം ഇത് പാരലോഗ്രാം ആണ്. പാരലോഗ്രാമിന്റെ പ്രോപ്പർട്ടീസ് നമുക്കറിയാം. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും അല്ലേ? ഓപ്പോസിറ്റ് സൈഡ്സും ഓപ്പോസിറ്റ് ആംഗിൾസും ഒക്കെ ഈക്വൽ ആയിരിക്കും. നമുക്കിവിടെ ആംഗിളിനെ നോക്കേണ്ട കാര്യമില്ല, നമുക്ക് സൈഡ്സ് ഈക്വൽ ആണെന്ന് മാത്രം തെളിയിച്ചാൽ മതി. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന കാര്യത്തിലേക്ക് പോകാം. ഇൻ പാരലോഗ്രാം ABCD, എന്തൊക്കെ പറയാൻ പറ്റും നമുക്ക്? AB is equal to CD എന്ന് പറയാം. കാരണം ABയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡാണ് CD, അതേപോലെ ADയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡാണ് BC. ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം ആർ ഈക്വൽ അല്ലേ? നമുക്കറിയാം ഒരു പാരലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എന്തായിരിക്കും? ഈക്വൽ. അതനുസരിച്ച് ആ പ്രോപ്പർട്ടി വെച്ച് നമുക്ക് രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി വി നോ ദാറ്റ്, നമുക്കറിയാം എന്താണ് ഇനി അറിയാവുന്നത്? ടാൻജന്റ് ഡ്രോൺ ഫ്രം എക്സ്റ്റേണൽ പോയിന്റ് ഹാവ് സെയിം ലെങ്ത് അല്ലേ? അതായത് ഒരു ടാൻജന്റിന്റെ എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന ടാൻജന്റിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കുമെന്ന് നമുക്കറിയാം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കാം, ABCD എന്ന് പറയുന്ന 4 പോയിന്റ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ 4 പോയിന്റിന്റെയും പ്രത്യേകത സർക്കിളിനെ സംബന്ധിച്ചിടത്തോളം സർക്കിളിന്റെ എക്സ്റ്റേണൽ പോയിന്റ് ആണ് അല്ലേ? A എന്ന് പറയുന്നത് സർക്കിളിന്റെ എക്സ്റ്റേണൽ പോയിന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് വരച്ച ടാൻജന്റ് ആണ് ABയും ADയും. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന ടാൻജന്റ് ഈക്വൽ മെഷർ ലെങ്ത് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ A മുതൽ അതിന്റെ പോയിന്റ് ഓഫ് കോണ്ടാക്ട് വരെയുള്ള ലെങ്ത്, A മുതൽ P വരെയുള്ള ലെങ്തും A മുതൽ R വരെയുള്ള ലെങ്തും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് അതൊന്ന് എഴുതാം. AR is equal to AP. അതേപോലെ തന്നെ B എന്ന് പറയുന്നതും സർക്കിളിനെ സംബന്ധിച്ചിടത്തോളം സർക്കിളിന്റെ എക്സ്റ്റേണൽ പോയിന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ B മുതൽ Q വരെയുള്ള ലെങ്തും B മുതൽ P വരെയുള്ള ലെങ്തും ഈക്വൽ ആയിരിക്കും. അതായത് രണ്ട് ടാൻജന്റ് ആണ്, എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് വരച്ച ടാൻജന്റ് ആണ് വരച്ചേക്കുന്നത്. അതിന്റെ പോയിന്റ് ഓഫ് കോണ്ടാക്ട് വരെയുള്ള ലെങ്ത് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം BQ is equal to BP എന്ന് എഴുതാം. അതേപോലെ തന്നെ C എന്ന് പറയുന്നതും എക്സ്റ്റേണൽ പോയിന്റ് ആണ്. എക്സ്റ്റേണൽ പോയിന്റ് ആണെങ്കിൽ ആ എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് പോയിന്റ് ഓഫ് കോണ്ടാക്ട് വരെയുള്ള ലെങ്ത് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം CQ is equal to CR എന്ന് എഴുതാം. അതേപോലെ D എന്ന് പോയിന്റും ഇവിടെ സർക്കിളിന്റെ എക്സ്റ്റേണൽ പോയിന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ DR ഉം ഇവിടെ S ആയിരുന്നു വരേണ്ടത്. AS is equal to AP എന്നായിരുന്നു ആദ്യം വരേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ D മുതൽ R വരെയുള്ള ലെങ്തും D മുതൽ S വരെയുള്ള ലെങ്തും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എന്തെഴുതാം? DS is equal to DR എന്ന് എഴുതാം. കാരണം ഈ 4 എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് വരച്ച ടാൻജൻസ് എന്തായിരിക്കും? ഈക്വൽ മെഷർ ആയിരിക്കും.
അതുകൊണ്ട് നമ്മൾ ആ 4 കണ്ടീഷനും അടുപ്പിച്ച് എഴുതിയിട്ടുണ്ട്. നമുക്കറിയാം എക്സ്റ്റേണൽ വേണമെങ്കിൽ അതിന്റെ റീസൺ ഒന്ന് ബ്രാക്കറ്റിൽ കൊടുക്കാം. എന്താണ്? സെയിം എക്സ്റ്റേണൽ പോയിന്റ് ഹാവ് ഈക്വൽ ലെങ്ത്. മനസ്സിലായല്ലോ? അപ്പം നമുക്ക് അതൊന്ന് നമ്മൾ എഴുതി. ഇനി നമുക്കിവിടെ 4 ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ 4 ഇക്വേഷനും കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്യാം. ഇക്വേഷൻ വേണമെങ്കിൽ നമുക്ക് ഓരോന്നിനും പേര് കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 1, 2, 3, 4. നമുക്ക് 4 ഇക്വേഷൻ കൂടെ സം ചെയ്യാം. 1, 2, 3, 4. ലെഫ്റ്റ് സൈഡ് തമ്മിൽ ആഡ് ചെയ്യുക. റൈറ്റ് സൈഡ് as പ്ലസ് bq പ്ലസ് cq പ്ലസ് ds is equal to ap പ്ലസ് bp പ്ലസ് cr പ്ലസ് dr. നമുക്കറിയാം ഈ രണ്ടെണ്ണത്തിനെ നമുക്ക് കമ്പൈൻ ചെയ്യാം. as-ഉം ds-ഉം കൂടെ ഒന്നിച്ചെഴുതാം. as പ്ലസ് ds-നെ നമുക്ക് ad എന്ന് കൊടുക്കാം. പ്ലസ് bq പ്ലസ് cq, bq പ്ലസ് cq എന്ന് പറയുന്നത് bc ആണ്, അതൊന്നിച്ചെഴുതാം. is equal to ap പ്ലസ് bp, ap പ്ലസ് bp ചേർന്നാൽ ab ആണ് കിട്ടുന്നത്. cr പ്ലസ് dr, cr-ഉം dr-ഉം ചേർന്നാൽ cd ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ad പ്ലസ് bc is equal to ab പ്ലസ് cd എന്ന് കിട്ടി. ഇനി നമുക്ക് നോക്കാം, ഈ ad പ്ലസ് bc എന്ന് പറയുന്നതും ab പ്ലസ് cd എന്ന് പറയുന്നതും ഈക്വൽ ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇവിടെ ബിസിക്ക് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? നമ്മളിവിടെ ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് പാരലോഗ്രാം ആർ ഈക്വൽ എന്ന് കണ്ടുപിടിച്ച കണ്ടീഷൻ ഇവിടെ കിടപ്പുണ്ട്. ബിസിക്ക് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ad എന്ന് കൊടുക്കാം. ad പ്ലസ് ad എന്ന് കൊടുക്കാം. അതേപോലെ റൈറ്റ് സൈഡിൽ ab പ്ലസ് cdക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? cd എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? abക്ക് ഈക്വൽ ആണ്. സോ 2ad is equal to 2ab എന്ന് എഴുതാം. നമുക്കറിയാം രണ്ട് സൈഡിലെയും 2 ക്യാൻസൽ ആയി പോകും. ബാക്കി നമുക്ക് എന്ത് കിട്ടും? ഇവിടോട്ട് എഴുതാം. ബാക്കി നമുക്ക് ad is equal to ab എന്ന് കിട്ടും. എന്ന് വെച്ചാൽ ad എന്ന് പറയുന്ന സൈഡും ab എന്ന് പറയുന്ന സൈഡും അഡ്ജസന്റ് സൈഡാണ്. അങ്ങനാണെങ്കിൽ അഡ്ജസന്റ് സൈഡ്സ് ഈക്വൽ ആണെന്ന് കിട്ടി. ഇവിടെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആണെന്ന് കിട്ടി. അതിനോടൊപ്പം തന്നെ നമുക്ക് എന്ത് കിട്ടി? രണ്ട് അഡ്ജസന്റ് സൈഡ് ഈക്വൽ ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്നും ഈ 4 കണ്ടീഷൻ, ഈ 2 കണ്ടീഷനും ഈ ഒരു കണ്ടീഷനും വെച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും? ab എന്ന് പറയുന്ന സൈഡ് cdക്ക് ഈക്വൽ ആണ്, ad എന്ന് പറയുന്ന സൈഡ് bcക്ക് ഈക്വൽ ആണ്. അതോടൊപ്പം തന്നെ ad എന്ന് പറയുന്ന സൈഡ് എന്തിന് ഈക്വൽ കൂടിയാണ്? abക്ക് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 3 കണ്ടീഷൻ വെച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും? ab is equal to bc is equal to cd is equal to ad എന്ന് എഴുതാം. അതായത് 4 സൈഡ് നമുക്ക് ഈക്വൽ ആണെന്ന് എഴുതാം. അതിൽ നമുക്ക് എന്ത് പറയാം? therefore parallelogram abcd quadrilateral abcd എന്താണെന്ന് എഴുതാം? ഒരു റോംബസ് ആണെന്ന് എഴുതാം. the given quadrilateral is a rhombus എന്ന് എഴുതാം. മനസ്സിലായല്ലോ?